ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചനം പ്രലോഭനങ്ങളെ എങ്ങനെ നേരിടാം എന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം തിരുവചനം: മകനെ, കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അവസാനമായി, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എഫേസ്യോസ് 6-10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ തിരുവചനങ്ങൾ പ്രലോഭനങ്ങളെ നേരിടാൻ, ആത്മീയ ജീവിതത്തിൽ വളരാൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.